ഗുരുഭവനേശ പ്രസാദിക്കണേ. ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരുർ സഹോദരരെ എന്നും 2009 ഒക്ടോബർ 1 മുതൽ 2010 മാർച്ച് 31 വരെയാണ് പഴയത്ത് ശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്ന ക്ഷേത്രമൂതിക്കൻ മേശാന്തിയായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുമ്പേ ഒരു തവണയും മേശാന്തിയായിട്ട് പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് അവിടെ നിൽക്കാൻ ഭാഗ്യം കിട്ടിയത്. ആ സമയത്ത് കൂടെ മകളെ വിവാഹം കഴിച്ച കുത്തുള്ളിക്കുട്ടനും പിന്നെ മേശാന്തിയുടെ മകൻ സുമേഷ് എന്ന ആര്യൻ, പിന്നെയും ഒന്ന് രണ്ട് പേര് ഉണ്ടായിരുന്നു. ആര്യൻ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിൻ്റെ പേര് മാത്രമായിട്ട് പറയാൻ മനസ്സനുവദിക്കില്ല. 3 തവണ ഭഗവാന്റെ മേശാന്തി പദം ലഭിച്ച ആളാണ് അദ്ദേഹം. ബോധിക്കനാണ്. എപ്പോൾ വേണമെങ്കിൽ പൂജ വയ്ക്കാം, എപ്പോൾ വേണമെങ്കിൽ വെച്ചാൽ ഒരു ഊഴമുണ്ട്, ആ സമയത്തൊക്കെ പൂജ കഴിക്കാം. സാധാരണ ഒരാളെ പോലെ അറക്കെടുത്ത് മേശാന്തിയായി പൂജ കഴിക്കുക അങ്ങനെയൊന്നും വേണ്ട. ഇവർക്ക് 4 ഓതിക്കൻ കുടുംബങ്ങളാണല്ലോ. അവരിലെ 4 ഓതിക്കൻ കുടുംബങ്ങളും ഒരേ ഊഴം വെച്ചിട്ടാണ് ഓരോ രാവിലെ മുതൽക്ക് ഒരേ ഭഗവാന്റെ പൂജകൾ. അതിന് ഉപരി മേശാന്തിയായിട്ടും 3 തവണ പൂജ കഴിക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ മഹാഭാഗ്യാണല്ലോ. അങ്ങനെയുള്ള സുമേഷും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കുറച്ചു കാലമായിട്ട് മേൽശാന്തിയുടെ കാര്യസ്ഥനായിട്ടൊരു പുഷ്കരൻ, മേൽശാന്തി ആരായാലും ഈ പുഷ്കരനെ തന്നെയാണ് കാര്യസ്ഥനായിട്ട് അധികവും വയ്ക്കാറ്. വിളക്ക് പിടിക്കുക, അങ്ങനെയുള്ള പലതരം ഉത്തരവാദിത്തങ്ങളുണ്ട്. മെതിയടി എന്നൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ പുഷ്കരൻ ലീവിൽ പോകുമ്പോൾ പുഷ്കരൻ്റെ അളിയൻ മുരളി വരും. അങ്ങനെ അവരുടെയൊക്കെ കൂടെ മേൽശാന്തി മുറിയിൽ താമസിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ഒരുപാട് മേൽശാന്തിയെ സഹായിക്കുക എന്ന് പറയുമ്പോൾ വിചാരിച്ചത് രാവിലെ 3 മണിക്കാണ് നട തുറന്ന് ഉച്ചയ്ക്ക് 1:30 വരെയും, പിന്നെ വൈകുന്നേരം 4:30 മുതൽ രാത്രി 10 വരെയും ഒരു വിശ്രമവും ഇല്ലാണ്ടുള്ള പണിയാവും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ മറ്റ് ശിഷ്യന്മാരും ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പരസ്പരം മേശാന്തിയുടെ കൂടെ ഒരു ശിഷ്യനെങ്കിലും എപ്പോഴും ഉണ്ടാവും. അങ്ങനെ രാവിലെ 2-2:15 മേശാന്തി കുളിക്കാൻ പോവും. അപ്പോൾ കൂടെ ഒരു ശിഷ്യൻ പോകണം. അങ്ങനെ തുടങ്ങണു രാവിലത്തെ ഒരു ശിഷ്യന്റെ ഉത്തരവാദിത്തങ്ങൾ. അങ്ങനെ മേൽശാന്തിയുടെ കൂടെ എപ്പോഴും ശിഷ്യനായിട്ട് നിൽക്കാൻ ഉള്ള ഭാഗ്യം കിട്ടി എന്ന് തന്നെ വലിയൊരു കാര്യം. ഒരു മേശാന്തി ശിഷ്യന്റെ ചുമതലകൾ എന്തൊക്കെയാന്നൊക്കെ ഉള്ളത്
വിശദീകരിച്ച് പറയാം. എല്ലാ ഭക്തരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.